ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ വെള്ളയണിക്ക് അടുത്തുള്ള പുഞ്ചക്കരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വീട്ടിൽ വെറുതെ എങ്ങനെ ഇരുന്നപ്പോൾ ബോറടിച്ചപ്പോഴത്തേക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നി. അങ്ങനെ ഞാൻ ഇപ്പോൾ പുഞ്ചക്കരിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പുഞ്ചക്കരിയിൽ ഇപ്പോൾ ഭയങ്കര മഴയൊക്കെയാണ്, ഒരു മഴയൊക്കെ പെയ്ത് തോർന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് പുഞ്ചക്കരി ആറിന് അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആറിൽ വെള്ളമെല്ലാം നല്ല കലങ്ങൽ വെള്ളമാണ്, കാരണം മഴ പെയ്ത് തോർന്നേ ഉള്ളൂ. അപ്പം നല്ല കലങ്ങൽ വെള്ളമാണ്. അപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ് കിരീടം. ആ കിരീടം ഫിലിമിലെ ഒരു രംഗം ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ലാലേട്ടനും ശ്രീനാഥേട്ടനും പാർവതി ചേച്ചിയും കൂടെ ഒരു പാലത്തിൽ കൂടെ നടന്ന് സംസാരിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗം നമ്മുടെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ അറിയപ്പെടുന്നത് കിരീടം പാലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്ഥലം ഇപ്പം കിരീടം പാലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആ കിരീടം പാലത്തിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പാലം, കിരീടം പാലം ഇതാണ്. ഇവിടെ കൂടെയാണ് നമ്മുടെ ലാലേട്ടനും ശ്രീനാഥേട്ടനും പാർവതി ചേച്ചിയും കൂടെ സംസാരിച്ചുകൊണ്ട് പോകുന്ന രംഗം ഷൂട്ട് ചെയ്ത് നമ്മുടെ ഈ പാലത്തിൽ വെച്ചാണ്. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പുറം ഇപ്പുറം ആറാണ്. ഒത്തിരി ഫാമിലീസൊക്കെ ഒത്തിരി ഇവിടെ വരാറുണ്ട്. ചില സമയങ്ങൾക്ക് ഭയങ്കര തിരക്കാണ്. ഒത്തിരി എല്ലാവരും ഫാമിലീസിന് പിള്ളേരെയും എല്ലാവരെയൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ്. ചില സമയം ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ചില സമയത്തൊക്കെ ഒത്തിരി ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. കാരണം വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഒത്തിരി അങ്ങോട്ടൊക്കെ പാടങ്ങളാണ് ഉള്ളത്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പോയി കാണാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പാലത്തിൽ നിന്ന് കുറച്ചിങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടെ അങ്ങോട്ട് വയൽപ്പാടങ്ങളാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ അത്രയും ചെളിയാണ്, കാരണം ഇപ്പോൾ ഒരു മഴ പെയ്ത് തോർന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെളിയായിട്ടൊക്കെ കിടക്കുകയാണ്. ഇപ്പം നിറച്ചും വയലുകളാണ്. അങ്ങോട്ടൊക്കെ കുറച്ച് കൃഷിയൊക്കെ നട്ടേക്കുന്നത് കാണാം. അപ്പോൾ അങ്ങോട്ട് നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ ഇഷ്ടം പോലെ വാഴയൊക്കെ നട്ടേക്കുകയാണ്. ഇവിടെ ശരിക്കും ഇങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുകയാണ്. ഇങ്ങനെ വയൽപ്പാടം ഇങ്ങനെ ഏക്കർ കണക്കിനാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ നടന്ന് ഇവിടെ പാടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം മഴ മാറിയപ്പോഴത്തേക്ക് നല്ല വെയിലാണ് അടിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കാണാം, ഇഷ്ടം പോലെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. വലിയ പാടമാണ്. പക്ഷേ അത്ര കൃഷിയൊന്നും അങ്ങനെ ഇവിടെ ഇല്ല. വാഴ മാത്രമേ ഇപ്പോൾ ഇവിടെ നട്ടിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ ഇങ്ങനെ കുറേ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ചൂണ്ടയിട്ട് മീൻ പിടിക്കും. അത്രയൊക്കെ തന്നെ. ഇപ്പോൾ കൃഷിയൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ അവിടുത്തെ പാടത്തിൽ നിന്നൊക്കെ നടന്നു ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പാർക്കാണ്. അതായത് തടിയുടെ മോഡലിൽ സിമെൻറ്റിലാണ് തീർത്തിട്ടേക്കുന്നത്. പറഞ്ഞവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കാനൊക്കെ ഇരുന്നിട്ട് പോകാൻ കരുതി ചെയ്തിട്ടേക്കുന്ന ഒരു പാർക്കാണ്. ഇത് കുറച്ച് വലിയ പാലമാണ്. കാരണം ഒത്തിരി അങ്ങോട്ട് ആൾക്കാർ വീടുകളൊക്കെ വെച്ച് താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി, കാറൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പാലമാണ്. ഇവിടുന്ന് കുറേ പോകുമ്പോഴത്തേക്ക് വീണ്ടും പാടങ്ങളാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഇപ്പോൾ ഞാൻ നടന്നു വന്ന് നിൽക്കുന്നത് ബണ്ട് റോഡാണ്. ഇവിടെ പാടമാണ്, ഇപ്പുറത്ത് കായലാണ്.
ഹലോ, ഇപ്പം ഞാൻ എല്ലാ സ്ഥലങ്ങളും ഒന്ന് പോയി കണ്ടിട്ട് ഇപ്പം ഞാൻ വന്ന് നിൽക്കുന്നത് പുഞ്ചക്കരിയിലെ കള്ളുഷാപ്പിനടുത്താണ്. എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന കള്ളുഷാപ്പാണ്. പിന്നെ ഇതിന് തൊട്ട് അപ്പുറത്തും ഉണ്ട് കള്ളുഷാപ്പ്. ഇവിടെ ഒത്തിരി ഫാമിലീസൊക്കെ വന്ന് കഴിക്കുന്ന സ്ഥലമാണ്. പിന്നെ അതുമല്ല നല്ല കായലിലുള്ള കരിമീനും കൊഞ്ചും എല്ലാം നമുക്ക് ഈ കള്ളുഷാപ്പിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഫാമിലീസായിട്ട് നമുക്ക് ഇവിടെ വരാറുണ്ട്. നല്ല ഫുഡാണ് ഇവിടെ കിട്ടുന്നതൊക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.